ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. നമ്മളെല്ലാവരും ATM കാർഡ് യൂസ് ചെയ്യുന്നവരാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് ATM കാർഡ്. ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ATM കാർഡുകൾ അത് സുരക്ഷിതമായി വെക്കേണ്ടതിന്റെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ്. എത്ര നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടാണെങ്കിലും ചില ടൈമിൽ ചില സമയങ്ങളിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും അത് മോഷ്ടിച്ച അവസ്ഥയും ഉണ്ടായിട്ടുണ്ടായിരിക്കും. ATM കാർഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാർഡ് ബ്ലോക്ക് ചെയ്യുക എന്നതാണ്. കാർഡ് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഇങ്ങനെ കാർഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് ആയാലും ശരി, ക്രെഡിറ്റ് കാർഡ് ആയാലും ശരി, ബ്ലോക്ക് ചെയ്യാൻ പല വഴികളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. കസ്റ്റമർ കെയറിൽ വിളിച്ച് കാർഡ് ബ്ലോക്ക് ചെയ്യാം എന്നതാണ് ഒരു വഴി. ഇങ്ങനെ കസ്റ്റമർ കെയറിന്റെ നമ്പർ നിങ്ങളുടെ ATM കാർഡിന്റെ പിന്നിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ ആദ്യം എഴുതി വെക്കേണ്ടതാണ്. ഇനി കാർഡ് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നിങ്ങൾ ഇങ്ങനെ കസ്റ്റമർ കെയറിന്റെ നമ്പർ അന്വേഷിച്ച് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു വഴിയുണ്ട്. അതായത് നിങ്ങൾ ഗൂഗിളിൽ നിങ്ങളുടെ ബാങ്കിന്റെ പേര് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്പർ കിട്ടും. നിങ്ങൾ ഈ ബാങ്ക് കസ്റ്റമർ കെയറിൽ വിളിക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, അതുപോലെ നിങ്ങൾ ലാസ്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത തുടങ്ങിയ വിവരങ്ങൾ, അത്യാവശ്യ വിവരങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. രണ്ടാമത്തെ വഴിയാണ് നെറ്റ് ബാങ്കിങ്. നെറ്റ് ബാങ്കിങ് സംവിധാനം ഉപയോഗിച്ചും നമുക്കിങ്ങനെ കാർഡ് ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ നിന്നോ നമ്മൾ ഈ നെറ്റ് ബാങ്കിങ്ങിന്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ കാർഡ് അല്ലെങ്കിൽ സർവീസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഈ ബ്ലോക്ക് എന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ മതി. മൂന്നാമത്തെ വഴിയാണ് SMS അയച്ച് കാർഡ് ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനം ഇപ്പം മിക്ക ബാങ്കുകളിലും നൽകുന്നുണ്ട്. നമ്മുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുമായിട്ട് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്നായിരിക്കണം നമ്മളിങ്ങനെ SMS അയക്കേണ്ടത് എന്ന് മാത്രം. ഇനി ഏത് നമ്പറിലേക്കാണ് നമ്മൾ അയക്കേണ്ടത്, ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ, അതായത് ഇപ്പം നമ്മൾ ഏത് ബാങ്കിലാണ് നമുക്ക് അക്കൗണ്ട് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അടുത്തുള്ള ബ്രാഞ്ച് സന്ദർശിക്കുക എന്നതാണ് നാലാമത്തെ വഴി. അതായത് നിങ്ങളുടെ കാർഡ് നഷ്ടപ്പെടുന്നത് ബാങ്ക് പ്രവർത്തിക്കുന്ന സമയത്താണെങ്കിൽ ഏത് ബാങ്കിന്റെ കാർഡാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ആ ബാങ്കിന്റെ അടുത്തുള്ള ബ്രാഞ്ചിൽ ചെന്നിട്ട് നിങ്ങൾക്ക് കാർഡ് ബ്ലോക്ക് ചെയ്യാൻ ആവശ്യപ്പെടാവുന്നതാണ്. അപ്പൊ ഇത്രയും 4 വഴികളാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ആർക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ. ഇനി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഈ വഴികളാണ് നോക്കേണ്ടത്. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ തരാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.